ലീഗിന്റെ കൊടി താഴ്ത്തിവെക്കാൻ കോൺഗ്രസിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാവുന്നത്? അവിടെ കൊടി ഉയർത്താഞ്ഞത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? അഫ്സൽ കേട്ടതല്ലേ? എൻ്റെ കുടുംബാംഗങ്ങളെ എന്നാണ് നിങ്ങളെ അടക്കം വിളിച്ചത്. കാരണം നിങ്ങൾ കേരളം വിട്ടാൽ ഒറ്റമുന്നണിയുടെ ഭാഗമാണ്. അവിടെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടി ഉയർത്തുന്നത് CPI എന്ന സ്ഥാനാർത്ഥിയുടെ കൊടി അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് വന്ന സമയത്ത് ഇതേ കൊടി വിവാദം ഉണ്ടായ സമയത്ത് പറഞ്ഞ വിശദീകരണമല്ല ഇപ്പൊ പറയുന്നത്. മാറ്റമുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് പറയുന്നു ഞങ്ങൾ മനഃപൂർവ്വം മാറ്റിയതാണ്, പുറത്ത് പ്രതികരണം കുപ്രചരണം ഉണ്ടാവുന്ന കരുതി മാറ്റിയതാണ്. പച്ചക്കൊടി ഉള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ. പച്ചക്കൊടിയല്ലേ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കുള്ളത്. ആ പച്ചക്കൊടി മാറ്റിയെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുവോ? കോൺഗ്രസ് ആവശ്യപ്പെടുവോ? അല്ല, അങ്ങനെ പ്രചരണത്തിന് വേണ്ടി വിഷക്കാഴ്ചകളുമായി ഇരിക്കുന്ന ഒരു കൂട്ടത്തിനിടയിലേക്ക് ആ ഒരു അവസരം ഒരുക്കി കൊടുക്കും. എന്തുകൊണ്ട് ആർജവമില്ല? ഇതേ വിഷയമാണ് CAA ഉള്ളത്. ഞാൻ പറയാം, ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഇതേ വിഷയമാണ് CAA ഉള്ളത്. ഇപ്പൊ പ്രകടന പത്രികയുടെ കാര്യം പറഞ്ഞു, മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു. മാനിഫെസ്റ്റോയുടെ കാര്യത്തിൽ BJPയുടെ മാനിഫെസ്റ്റോ പറയുമ്പോ ഇതേ ഡയലോഗ് നവാസെ അതിലും ഉണ്ടാകും. അതല്ല കാര്യം. CAA പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അങ്ങനെ പറയാത്ത കോൺഗ്രസിന്റെ കൂടെ കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗിനും നാട്ടുകാർ തിരിച്ചറിയും. അത് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേ ഇങ്ങനെ ഇടപെടാൻ തീരുമാനിച്ചാൽ നമുക്ക് ഇടപെടാൻ. ഈ പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് കാര്യം തീർന്നോ? 5 വർഷം മുമ്പാണ് നിയമം വരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ താല്പര്യത്തോടു കൂടിയാണ് BJP നിയമത്തിന് ചട്ടം കൊണ്ടുവരുന്നത്. ഈ സമയത്ത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മാനിഫെസ്റ്റോ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോട് നിങ്ങളുടെ മീഡിയക്കാർ ചോദിച്ചതല്ലേ എന്തായിരുന്നു പുച്ഛിച്ച ചിരി? ഞങ്ങൾ രാത്രി ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ 14 ദിവസം പിന്നിട്ടല്ലോ. ഇതുവരെ നിലപാട് പറഞ്ഞോ? രാഹുൽ ഗാന്ധി യാത്ര നടത്തിയല്ലോ, വയനാട്ടിലെത്തിയല്ലോ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഇതാ CAA ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കരുത്തില്ല? മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് തീവ്ര ഹിന്ദുത്വത്തോട് RSSനോട് മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് ജയിച്ചു കയറാമെന്നുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇന്നും കോൺഗ്രസ് ഉള്ളത്. ആ വിഡ്ഢികൾക്ക് പാട്ടുപാടുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. സമുദായത്തോട്, മുസ്ലിം സമുദായത്തോട്, തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തോട് ഒരു കൂറുമില്ലാതെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാകണം, കോൺഗ്രസ് എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നില്ല? CAA വിഷയത്തിൽ മാനിഫെസ്റ്റോയിൽ പോലും ഞങ്ങൾ CPMന്റെ മാനിഫെസ്റ്റോ ഇറങ്ങിയല്ലോ, വളരെ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലെ അല്ലല്ലോ കോൺഗ്രസ്. ഇന്ത്യ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു മഹാസാഗരമല്ല. ആ മഹാസാഗരത്തിൽ സ്വാഭാവികമായി നിങ്ങളൊരു സംസ്ഥാനത്തോ 2 സംസ്ഥാനത്തോ ഉള്ള ചെറിയൊരു തോടാണ്. നാളെ കടലോ കായലോ ഒക്കെ ആകുമായിരിക്കും. പക്ഷേ ആ മഹാസാഗരത്തെ നിങ്ങൾക്ക് ഉപമിക്കാൻ കഴിയില്ലല്ലോ. ആ മഹാസാഗരത്തിന്റെ തിര പോലെ അല്ലല്ലോ കായലിന്റെ തിര. ഈ മഹാസാഗരത്തിന് നിലപാട് വേണ്ടതാണോ പറയുന്നത്? മഹാസാഗരത്തിന് നിലപാടുണ്ട്, പക്ഷേ തന്ത്രപരമായി വേണ്ടേ? എന്താണ് തന്ത്രം? എന്താണ്? BJP ഒരുക്കി വെച്ചിരിക്കുന്ന പ്രചരണത്തിന്റെ കെണിയിലേക്ക് നിന്ന് വീഴണോ എന്നതാണ് ചോദ്യം. അപ്പൊ എളുപ്പമല്ലേ BJP വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ചാ പോരെ? അല്ലല്ലോ. അപ്പൊ BJP വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ചാ പോരെ? രാഹുൽ ഗാന്ധി സഞ്ചരിക്കുകയല്ലേ? തന്ത്രമാണെങ്കിൽ അങ്ങനെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയല്ലേ? സഞ്ചരിക്കുന്നത് എങ്ങനെയാ? കേരളത്തിൽ മുഴുവൻ പാന്റും ടീഷർട്ടും കൊണ്ട് നടക്കുന്നു. കർണാടകയിലേക്ക് എത്തിയാൽ ഹനുമാന്റെ വേഷം കെട്ടുന്നു. ഈ സഞ്ചാരമാണ് പ്രശ്നം. എവിടെയാണ് മൃദു ഹിന്ദുത്വം പ്രയോഗിക്കേണ്ടത്? എങ്ങനെയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത്? രാജീവ് ഗാന്ധി എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാണ്.